നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കളിക്കാവിള ദീപു കൊലപാതക കേസിൽ നിർണായക വഴിത്തിരിവ്. കേസിലെ രണ്ടാം പ്രതിയും സർജിക്കൽ ഷോപ്പ് ഉടമയുമായ സുനിൽ കുമാർ പോലീസ് പിടിയിൽ. തിരുവനന്തപുരം പാറശാലയിൽ നിന്നാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മുംബൈയിലേക്ക് ഒളിവിൽ പോകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് സുനിൽകുമാർ തമിഴ്നാട് പ്രത്യേക സംഘത്തിന്റെ പിടിയിലായത്. പ്രതി അമ്പിളിയുടെ സുഹൃത്താണ് സുനിൽകുമാർ. സുനിൽകുമാറിന്റെ വാഹനം നേരത്തെ കണ്ടെത്തിയിരുന്നു. കന്യാകുമാരിയിലെ കുലശേഖരത്ത് റോഡ് സൈഡിൽ നിർത്തിയിട്ട നിലയിലാണ് കാർ കണ്ടെത്തിയത്. ആശുപത്രി ഉപകരണങ്ങളുടെ വിതരണക്കാരനായ സുനിൽ മുഖ്യപ്രതി ചൂഴാറ്റുകോട്ട അമ്പിളിക്ക് കൊല നടത്താനുള്ള സർജിക്കൽ ബ്ലേഡ്, ക്ലോറോഫോം, കയ്യുറകൾ, കൊലയ്ക്കുശേഷം മാറ്റാനുള്ള വസ്ത്രങ്ങൾ എന്നിവ എത്തിച്ചു നൽകിയിരുന്നു. JCB വാങ്ങാൻ കാറിൽ കരുതിയിരുന്ന പണം മാത്രം തട്ടിയെടുക്കുകയാണോ പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം ഇവർക്കുണ്ടോ എന്നതാണ് ഇനി അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. അമ്പിളിക്ക് പിന്നാലെ സുനിൽകുമാറിന്റെ സുഹൃത്ത് പ്രദീപ് ചന്ദ്രനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഗൂഢാലോചനയിൽ പൂവാർ പൂങ്കുളം സ്വദേശി പ്രദീപ് ചന്ദ്രനും പങ്കുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. കൊലപാതകം സുനിൽകുമാറും പ്രദീപ് ചന്ദ്രനും അമ്പിളിയും ചേർന്ന് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണെന്നാണ് പോലീസ് പറയുന്നത്. കൊലപാതകത്തിനായി അമ്പിളിയെ കൊണ്ടുവിട്ടത് സുനിൽകുമാറും പ്രദീപ് ചന്ദ്രനും കൂടിയാണ് എന്നും പോലീസ് പറയുന്നു. ഇരുവരുടെ നിർദ്ദേശപ്രകാരമാണോ അമ്പിളി കൊല നടത്തിയെന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. കൊലപാതകം കൊട്ടേഷനാണെന്നാണ് മുഖ്യപ്രതി അമ്പിളി പോലീസിനോട് പറഞ്ഞത്. കൊല്ലപ്പെട്ട ദീപു പറഞ്ഞിട്ടാണ് കൊല ചെയ്തതെന്നും ഇൻഷുറൻസ് തുക നേടിയെടുക്കുന്നതിന്റെ ഭാഗമായാണ് കൊല നടത്തിയതെന്നുമാണ് അമ്പിളി ആദ്യം പോലീസിനോട് പറഞ്ഞിരുന്നത്. അമ്പിളിയുടെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങളാണ് കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് നയിച്ചത്. അമ്പിളിയുടെ ഭാര്യയുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. അമ്പിളിയുടെ വീടായ മലയത്തും കാറിൽ കയറിയ നെയ്യാറ്റിൻകരയിലും കൃത്യം നടത്തിയ കളിക്കാവിള ഒറ്റാമരത്തും പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ദീപു എടുത്ത 4 കോടിയോളം രൂപയുടെ ഇൻഷുറൻസ് തട്ടിയെടുക്കാൻ വേണ്ടിയാണോ കൊല നടന്നതെന്ന സംശയത്തിലാണ് ഇപ്പോൾ പോലീസ്. 10 ലക്ഷം രൂപ തട്ടിയെടുക്കാൻ വേണ്ടിയാണ് ദീപുവിനെ കൊലപ്പെടുത്തിയെന്ന അമ്പിളിയുടെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. കൊല്ലപ്പെടുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് ദീപു 3.85 കോടിയോളം രൂപയുടെ ഇൻഷുറൻസ് എടുത്തിരുന്നു. ദീപു എടുത്ത ഇൻഷുറൻസ് തുകയുടെ നോമിനികൾ ആരെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് തമിഴ്നാട് പോലീസ്. ഇതിനായി കമ്പനിയെ സമീപിച്ചിട്ടുമുണ്ട്. കൂടാതെ കേസിലെ മുഖ്യപ്രതി ചൂഴാറ്റുകോട്ട അമ്പിളി തന്റെ ജീവിതത്തെ ആസ്പദമാക്കി സിനിമ ചിത്രീകരിക്കാൻ മാസങ്ങൾക്ക് മുമ്പ് ചിലർ സമീപിച്ചിരുന്നതായി തമിഴ്നാട് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. വേദന അറിയാതെ ഒരാളെ കൊല്ലാൻ ആസൂത്രണം ചെയ്യുന്നതിനെ കുറിച്ചും അമ്പിളി പോലീസിനോട് പറഞ്ഞതായും വിവരങ്ങളുണ്ട്. അമ്പിളിയുടെ പൂർവ്വ ചരിത്രവും മറ്റും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസിന് ഇക്കാര്യം വ്യക്തമായത്. കൊലയ്ക്ക് ദിവസങ്ങൾക്ക് മുമ്പും ഇയാൾ പാറശാലയിലെ സുനിൽകുമാറിന്റെ സ്ഥാപനത്തിൽ എത്തിയിരുന്നു. ഇവർ ഒരുമിച്ച് കാറിൽ യാത്ര ചെയ്തതായും പോലീസിന് വിവരം ലഭിച്ചു. കൊലയ്ക്ക് ഉപയോഗിച്ച സർജിക്കൽ ബ്ലേഡ്, ക്ലോറോഫോം, കയ്യുറ, മാസ്ക് തുടങ്ങിയവ നെയ്യാറ്റിൻകരയിൽ നിന്ന് യാത്ര പുറപ്പെടുന്നതിന് മുൻപാണ് അമ്പിളിയെ സുനിലും പ്രദീപും ഏൽപ്പിച്ചത്. ദീപുവിനെ കൊലപ്പെടുത്തിക്കഴിഞ്ഞാൽ കാറുമായി വന്ന് കൂട്ടാമെന്ന് സുനിൽ ഉറപ്പു നൽകിയെങ്കിലും പിന്നീട് വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നാണ് അമ്പിളിയുടെ മൊഴി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.